പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഈശോയുടെ ശിഷ്യനായിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, ലേശം ബുദ്ധിമുട്ടാണ്. ഈ ശിഷ്യന്മാർ പോലും ചോദിച്ചു, ഇത് ആരെ കൊണ്ട് പറ്റും അല്ലേ? അപ്പോൾ ഈശോ പറഞ്ഞു, മനുഷ്യനെ കൊണ്ടിത് സാധിക്കില്ല, എന്നാൽ ദൈവത്തെ കൊണ്ട് സാധിക്കും. അതിനാണ് ദൈവത്തെ നമുക്ക് കൂട്ടു തന്നത്. പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മുടെ കൂടെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മോട് യാത്ര ചെയ്യാൻ പറയുകയാണ് അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെ പിടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ നമുക്ക് ഷെയർ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് ക്ഷീണമുണ്ടെന്ന് നമുക്ക് തോന്നുവാണ്. നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടില്ല, എങ്കിലും നമുക്ക് ലേശം ബുദ്ധിമുട്ടുമുണ്ട്. എങ്കിലും ആ ആളെ ഒന്ന് ഇരുത്തിയാൽ ഒരാഗ്രഹം, അയാൾ ഈ സീറ്റിലൊന്നിരുന്ന് ഞാൻ ഇച്ചിരൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കാം. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് അവന് സീറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആരും പറഞ്ഞിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാവും. ഇതുപോലെയാണ് ഭക്ഷണവും. നമ്മൾ ഷെയർ ചെയ്യേണ്ട രീതി അങ്ങനെയാണ്. നമുക്ക് തൃപ്തിയായതിനു ശേഷം ഷെയർ ചെയ്യുന്നതിലല്ല കാര്യമിരിക്കണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, എങ്കിലും അവൻ ഭക്ഷിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവനോട് അങ്ങനെ ചെയ്യുന്നത്, അത് മനുഷ്യന് സാധിക്കില്ല അങ്ങനെ ചെയ്യാൻ. പക്ഷേ ദൈവം വസിക്കുന്ന മനുഷ്യർക്ക് സാധിക്കും. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.